തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിൽ ചൂടേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ബലിതർപ്പണത്തിലൂടെ പ്രസിദ്ധമായ തിരുമുല്ലാവാരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറെ ചർച്ചയാകുന്നത് പ്രദേശവാസികൾക്ക് പറയാനുള്ളതും വികസന മുരടിപ്പിനെക്കുറിച്ചാണ്. ഇത്തവണ തിരുമുല്ലാവാരം, മുളങ്കാടകം ഡിവിഷനുകളിൽ ഭരണമാറ്റമുണ്ടാകും എന്നതാണ് ജനങ്ങളുടെ പ്രതീക്ഷ. 5 വർഷം മുൻപ് BJPയുടെ കൗൺസിലറായിരുന്ന വി സുരേഷ് കുമാറാണ് കടലോരത്ത് ഒരു ചിൽഡ്രൻസ് പാർക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഭരണത്തിലേറിയ LDF കൗൺസിലർ പാർക്ക് മുഴുവനായും പൊളിച്ചു നീക്കി ലക്ഷങ്ങൾ ചിലവാക്കി പുനർനിർമ്മിക്കുമെന്നാണ് നൽകിയ വാഗ്ദാനം. എന്നാൽ നിലവിലെ അവസ്ഥ ഇതാണ്. ഈ BJP ഉള്ള റോഡും ഈ പാർക്ക് വരെ ചെയ്യേണ്ടത്. ഇപ്പോൾ ആ റോഡും ഒന്നുമില്ല, പാർക്കും എല്ലാം നശിച്ചു. പിന്നെ അതിനകത്തും തൊട്ടിട്ടില്ല, ആ ഭാഗങ്ങളൊന്നും തൊട്ടിട്ടില്ല. ഈ പെടുന്ന പാർക്ക് ഞങ്ങൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കി ഇവരോട് ഒരു ഫ്ലെക്സ് വരെ കൊണ്ട് ഒട്ടിച്ച് 8 ലക്ഷം രൂപ അനുവദിച്ചു. കൊല്ലം കോർപ്പറേറ്റ് 8 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നിട്ട് അവിടെ ഒന്നും കണ്ടില്ല. ഈ കിടക്കുന്ന എല്ലാവരും തൂക്കി വയ്ക്കുന്ന കണക്ക് ഇരുമ്പിൻ്റെ തുരുമ്പാക്കി കൊണ്ടൊക്കെ പോവുകയും ചെയ്തു. ഒരു കാര്യം പിന്നെ ചെയ്തിട്ടില്ല. ഇവിടെ പാർക്ക് ഇങ്ങനെ തന്നെ കിടക്കുക. ഇപ്പം കുട്ടികൾ കളിക്കുന്ന വരുമ്പോൾ കാട്ടികൾ കളിക്കുക. അതിനകത്ത് പാർക്ക് ഇപ്പോൾ ഇല്ല. നിലവിൽ ഇപ്പോൾ ആ ഇൻ്റർലോക്ക് മാത്രമുണ്ട് ഇപ്പോൾ അതിനകത്ത്. ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. തിരുമുല്ലവാരത്തെ വഴിവിളക്കുകൾ നശിച്ചു. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ബലിയർപ്പിക്കാൻ വരുന്ന കടൽ തീരത്താവട്ടെ മാലിന്യം നിറയുന്നു. മുൻപ് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാതെ ഭക്തജനങ്ങളെ ദുരിതത്തിലാക്കിയ സ്ഥലമാണിത്. പ്രദേശത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലും കുട്ടികളുമായി വരുന്ന സ്കൂൾ ബസ്സുകൾ പോലും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ കഷ്ടിച്ച് വേണം പോകാൻ. തിരുമുല്ലവാരം, മുളങ്കാടകം ഡിവിഷനുകളിലാണ് ഈ പ്രദേശമുള്ളത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വികസനം ഉറപ്പു നൽകിയാണ് BJP കളത്തിലിറങ്ങിയിരിക്കുന്നത്. സിനി ആർട്ടിസ്റ്റും BJP മണ്ഡലം സെക്രട്ടറിയുമായ ചിത്രയാണ് തിരുമുല്ലവാരത്തെ NDA സ്ഥാനാർത്ഥി. ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. ചിലർ സത്യം പറഞ്ഞ സങ്കടങ്ങൾ നമ്മളോട് പൊട്ടി വികാരഭരിതമായിട്ട് കരഞ്ഞു നമ്മുടെ അടുത്ത് പറയാറുണ്ട്. നിങ്ങൾ വരണം, നിങ്ങൾ വന്നാൽ മാത്രമേ നമുക്കിവിടെ ഒരു മോചനം കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് അമ്മമാരൊക്കെ. റോഡുകളുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോഡിൽ കൂടെ പോയ ബൈക്ക് മറിഞ്ഞ് വീണ് ആൾക്കാരുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. നടന്നു പോകാൻ പോലും പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ്. വീടുകളിൽ പോലും വെള്ളം കയറുന്ന അവസ്ഥയാണ്. നല്ല വിജയപ്രതീക്ഷ തന്നെയാണ്. ജനങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ തന്നെയുണ്ട്. മാധ്യമപ്രവർത്തകനും BJP മണ്ഡലം പ്രസിഡന്റുമായ S. സൂരജ് മുളങ്കാടകം ഡിവിഷനിൽ മത്സരിക്കുന്നു. ബലിതർപ്പണത്തിനെത്തിയവരെ ദുരിതത്തിലാക്കിയവർക്ക് ഇത്തവണ ജനാധിപത്യ രീതിയിൽ മറുപടി നൽകുമെന്ന് സൂരജ് പറയുന്നു. ഈ കൊല്ലത്തെ ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളെല്ലാം അടക്കം ദുരിതമനുഭവിച്ച ദിവസമാണ് ബലിതർപ്പണം. അട്ടിമറിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. ഈ ഇലക്ഷനെ ഇത് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ബാധിക്കുക തന്നെ ചെയ്യും. ഭക്തജനങ്ങൾക്കൊപ്പം നിന്ന് അന്ന് പ്രതിഷേധിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയും ഞാനടക്കമുള്ള ഇവിടുത്തെ ഭക്തജനങ്ങളായിരുന്നു. ആ ജനത യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് അവകാശപ്പെടാൻ യാതൊരു വികസനവുമില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര പദ്ധതിയിൽ മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ഇത്തവണ BJP ഇവിടെ താമര വിരിയിക്കുക തന്നെ ചെയ്യും. അടിസ്ഥാന സൗകര്യ വികസനമാണ് പലയിടത്തും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ NDA വലിയ വിജയപ്രതീക്ഷയിലുമാണ്. ജനം, കൊല്ലം.